ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ആ പെരുമഴയത്ത് നനഞ്ഞു കുളിച്ച ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അഞ്ജലിയുടെ അവസ്ഥ കാണുമ്പം ശ്യാമളയ്ക്ക് ഒട്ടും തന്നെ സഹതാപം തോന്നുന്നില്ല. തങ്ങളെ ചതിച്ച് കല്യാണം കഴിച്ചാൽ അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് വലിയ ശിക്ഷ തന്നെയാണ് ഈ പെരുമഴയത്തുള്ള ഇരിപ്പ് എന്നുള്ള രീതിയിൽ വാതിൽ കൊട്ടിയടച്ച് അകത്തേക്ക് പോവാം. ഇന്ദ്രയ്ക്ക് ഇന്ന് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് കേട്ടോ. നല്ല സുഖമായിട്ട് മൂടി പൊതിച്ച് തന്നെ കിടക്കുകയാണ്. അഞ്ജലിയെ പുറത്ത് മഴയത്ത് നിർത്തിയിരിക്കുന്നത് അത്രയേറെ സന്തോഷം നൽകുന്നൊരു കാഴ്ച തന്നെയാണ് അവർക്ക്. പാവം അഞ്ജലി എന്ത് ചെയ്യണമെന്നറിയാതെ പൊട്ടി പൊട്ടി കരയാണ്. തൻ്റെ അച്ഛനെയും അമ്മയും വഞ്ചിച്ച താൻ ഈ ശിക്ഷ ഏറ്റുവാങ്ങാൻ അർഹയാണ് എന്നുള്ള രീതിയിലാണ് കേട്ടോ അഞ്ജലിയുടെ ഇരിപ്പ്. തണുത്ത് വിറച്ച് ആകെ വിറയ്ക്കുന്നുണ്ട് അഞ്ജലിനെ. പക്ഷെ ആര്യ ഇടയ്ക്കിടയ്ക്ക് അഞ്ജലിയെ ജനലിലൂടെ നോക്കുന്നുണ്ട്. അഞ്ജലിയുടെ അവസ്ഥ കാണുമ്പം ആര്യയ്ക്ക് പാവം തോന്നുന്നുണ്ട്. തൻ്റെ ഡയറിയിൽ അഞ്ജലിയെ പറ്റി ഓരോന്നൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആര്യ. ആരുടെയോ വരവും കാത്ത് അവൾ ആ പെരുമഴയത്ത് ഏകയായി ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സാഹിത്യം കൂട്ടിയാണ് കേട്ടോ ആര്യ എഴുതുന്നത്. തന്നെ കൊണ്ട് ഒന്നും അഞ്ജലിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ ആര്യയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇതേ സമയം ശംഖുചക്രത്തിലാണെങ്കിൽ നമ്മുടെ അഭി റൂമിൽ കാര്യമായിട്ട് എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുക. ഒരു സാധനം ഒരിടത്തും വെച്ചാൽ ഈ വീട്ടിൽ കാണില്ല. എവിടെ നോക്കിയാലും അവളുടെ കുറേ മേക്കപ്പ് സാധനങ്ങളുണ്ട്. ഇത് എൻ്റെ മുറിയാണോ അതോ അവളുടെ മുറിയാണോ എന്നൊക്കെ പിറുപിറുത്തോണ്ടാണ് തിരക്കുന്നത്. അപ്പം കുറേ സമയമായിട്ടുള്ള അഭിയുടെ ഈ സംസാരം കേൾക്കുന്ന അനുപമ അങ്ങോട്ട് കയറി വരിക. എന്താ അഭി, നീ എന്താ ഈ കാര്യമായിട്ട് തപ്പുന്നത് എന്ന് ചോദിക്കുക. ഓ, ഇവിടെ ഒരു സാധനം വെച്ചാൽ അതെവിടെയാണെന്ന് പോലും ഇപ്പം അന്വേഷിച്ചാൽ കിട്ടാത്ത അവസ്ഥയാണല്ലോ. ഞാനിവിടെ ഒരു മാസിക വെച്ചിരുന്നു, അതെവിടെയാണെന്നാ ചോദിച്ചേ. അല്ല, ഈ മാസികയൊക്കെ അഭിക്കെന്തിനാ എന്ന് അനുപമയപ്പം ചോദിക്കും. എനിക്ക് നാളെ ഒരു കണ്ടന്റ് പ്രസന്റേഷൻ ഉള്ളതാ, അതിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന കുറച്ച് ഡോക്യുമെന്റ്സ് അതിനുള്ളിലാണ് വെച്ചിരുന്നത്. എനിക്ക് ആ മാസിക കിട്ടിയേ പറ്റൂ. നീ ഇത് എവിടെ കൊണ്ടേ വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് അനുപമയോട് ദേഷ്യപ്പെടാണ്. അനുപമ പറയും, അതിവിടെ എവിടെയെങ്കിലും ഉണ്ടാകും അഭി എന്ന് പെട്ടെന്ന് പറയണം. എല്ലാം വാരി വലിച്ച് എല്ലാം തപ്പുവാണ് കേട്ടോ. പെട്ടെന്ന് മറ്റേ അഞ്ജലിയുടെയും അർജുൻ്റെയും കല്യാണ ഫോട്ടോയൊക്കെ വന്ന ആ ഒരു മാസിക ഉണ്ടല്ലോ, അതും അഭി തപ്പുന്നതിൻ്റെ ഇടയിൽ വീഴുന്നത് അനുപമയുടെ ശ്രദ്ധയിൽപ്പെടും. അത് അഭിയുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തനിക്ക് പറ്റാതെ വന്നതുപോലെ വെട്ടിക്കിടന്ന് അനുപമയെ കൈയും കാലും വിട്ട് അടയ്ക്കുവാണ് കേട്ടോ. പെട്ടെന്ന് അനുപമയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഭയന്ന് പോകുന്ന അഭി അനുപമയുടെ അടുത്തേക്ക് ചെല്ലുക. എന്തു പറ്റി നിനക്ക് എന്ന് ചോദിക്കുക. കുറച്ച് വെള്ളം എന്ന് ആംഗ്യ ഭാഷയിൽ കാണിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അഭി വെള്ളമായിട്ട് എടുക്കാനായിട്ട് പോകുന്ന തക്കത്തിന് അനുപമ എഴുന്നേറ്റ് ആ മാസിക വലിച്ചു കീറി ക്ലോസറ്റിലിട്ട് ഫ്ലെക്സ് ചെയ്യുവാണ്. ഒരിക്കലും നിന്നെ ജയിക്കാൻ ഞാൻ സമ്മതിച്ച് തരില്ലടി എന്ന് വാശിയോട് കൂടി പറയാം. പാപ്പി വെള്ളമൊക്കെ ആയിട്ട് പാവം അനുപമയ്ക്ക് എന്തോ പറ്റി എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കും അനുപമ എഴുന്നേറ്റിരിക്കുക. തനിക്ക് പെട്ടെന്ന് പ്രശ്നം മാറിയോ എന്ന് അപ്പം ചോദിക്കുക. അത് പെട്ടെന്ന് എനിക്ക് ആകെ ശരീരം മൊത്തൊന്ന് വിറഞ്ഞു കയറിയതാ, ഒരു വിറയൽ പോലെയൊക്കെ വന്നു. അബി എന്നെ വഴക്ക് പറഞ്ഞപ്പം എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാ എന്ന് പറയും. എന്തായാലും ഈ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞ് അനുപമയുടെ കയ്യിലേക്ക് കൊടുക്കുക. അനുപമ ആ ജഗ്ഗും ഗ്ലാസ്സിലെടുത്ത വെള്ളമായിട്ട് പുറത്തേക്ക് പോവാണ്. ഇത് ഞാൻ കുടിച്ചോളാം എന്ന് എന്നിട്ട് പറയാണ് കേട്ടോ. എന്നിട്ട് സമാധാനത്തോടു കൂടി അഭി കൊണ്ടു കൊടുത്ത വെള്ളം കുടിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ അഞ്ജലിയുടെ അടുത്തേക്ക് അർജുൻ എത്തുന്നുണ്ട്. അപ്പം അഞ്ജലിയുടെ അടുത്ത് തന്നിട്ട് സംസാരിക്കും. അഞ്ജലി, ഈ മഴയത്ത് നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? വാ, നമുക്ക് പോകാം എന്ന് പറയാം. വേണ്ട രാജീവ് വരണ്ട. ഇത് ഞാനും എൻ്റെ വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നമാണ്. വീട്ടുകാരെ ചതിച്ച് മറ്റൊരു കല്യാണം കഴിച്ചാൽ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയാണ് ഇത്. എൻ്റെ അച്ഛനെയും അമ്മയും ഒക്കെ ഞാൻ വഞ്ചിച്ചു. എപ്പോഴും കുടുംബം എന്ന് പറഞ്ഞിട്ട് അവരുടെ ആരുടെ സമ്മതമില്ലാതെയല്ലേ ഞാൻ രാജീവിനെ കല്യാണം കഴിച്ചത്. എനിക്ക് ഇത് തന്നെ കിട്ടണം എന്നും പറഞ്ഞ് ആ മഴയത്ത് നിന്ന് കരയുക. എന്താ അഞ്ജലി ഇത്? നീ അതിന് എന്ത് തെറ്റാ ചെയ്തത്? നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും അതിൽ തുല്യ പങ്കാളിയല്ലേ. ഒരാൾ മാത്രം ശിക്ഷ അനുഭവിക്കുന്നത് എവിടുത്തെ നടപടിയാ? നീ വന്നേ എന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കുക. ഇല്ല രാജീവ്, എനിക്ക് ഈ മഴ മുഴുവനും കൊള്ളണം. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മനസ്സ് വേദനിപ്പിച്ചു. എന്നെ വിശ്വസിച്ച എൻ്റെ അച്ഛനെ ചതിച്ചു. അതിന് എനിക്ക് ഈ ശിക്ഷ ഏറ്റുവാങ്ങിയാൽ പോരെ എന്നും പറഞ്ഞ് വീണ്ടും അവിടെ വാശിയോട് കൂടി ആ മഴ മുഴുവനും ഇരുന്ന് നനയാണ് കേട്ടോ. അപ്പം അഞ്ജലി ആണെങ്കിൽ തൻ്റെ കൂടെ വരില്ല എന്ന് ബോധ്യപ്പെടുന്ന അർജുനും അഞ്ജലിയുടെ അടുത്തേക്ക് ഇരിക്കുക. എന്താ നീ കാണിക്കുന്നത്? വന്നേ, മഴ നനയല്ലേ, പനി പിടിക്കും എന്ന് വീണ്ടും പറയാം. ഇല്ല രാജീവ് എന്ന് അഞ്ജലി വീണ്ടും വാശിയോട് കൂടി പറയാണ് കേട്ടോ. വേറെ നിവൃത്തിയില്ലാതെ അർജുനും അഞ്ജലിയോട് ചേർന്ന് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുക. അപ്പം നേരം വെളുത്ത് കഴിയുമ്പം അർജുൻ്റെ അമ്മ
അടുക്കളയിൽ ചായയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അനുപമ അങ്ങോട്ട് ചെല്ലും. അപ്പോൾ അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് അനുപമ കുടിക്കും. നീ രാവിലെ അർജുനെ കണ്ടായിരുന്നോ എന്ന് അനുപമയോട് ചോദിക്കും. അർജുനെയോ? ഇല്ലല്ലോ എന്ന് അനുപമ അപ്പോൾ പറയും. അല്ല, ഇന്നലെ രാവിലെ പോയ ചെറുക്കനാ, ഇതുവരെ അവനെ കണ്ടില്ല. ഇനി രാത്രിയെങ്ങാനും റൂമിൽ വന്ന് കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടാവും എന്ന് കരുതി ഞാൻ പോയി നോക്കിയപ്പം റൂമിലും അവനില്ല. അതിന് ഇന്നലെ രാത്രി അവൻ വന്നിരുന്നല്ലോ എന്ന് അപ്പം പെട്ടെന്ന് അനുപമ പറയാം. ഇന്നലെ വന്നിരുന്നോ? എന്നിട്ട് പിന്നെ അവൻ എവിടെ പോയി എന്ന് അനുപമയോട് ചോദിക്കും. എങ്ങനെ അറിയാനാ എന്ന് പറയും. അല്ല, നാട്ടിലുള്ള സകല ആൾക്കാരുടെ പറ്റിയും നിനക്കറിയാം. ഓരോരുത്തരുടെയും ജീവിതത്തെപ്പറ്റി അന്വേഷിച്ച് നടക്കലാണല്ലോ നിന്റെ തൊഴിൽ. അങ്ങനെയുള്ള നിനക്ക് അർജുൻ എവിടെ പോയി എന്ന് അറിയില്ലെന്ന് പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കാൻ സാധിക്കില്ലല്ലോ എന്ന് പെട്ടെന്ന് പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന അനുപമയ്ക്ക് ദേഷ്യം വരെയാണ്. അനുപമ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണേ. ഇനി എവിടെ പോയി? ഇനി അഞ്ജലിയെ തപ്പി അവിടെ നിന്ന് അങ്ങോട്ടെങ്ങാനും പോയിട്ടുണ്ടാവുമോ? എന്തായാലും അമ്മായി ഒന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് ഇന്ദ്രയെ ഫോൺ വിളിക്കുക. രാവിലെ തന്നെ അനുപമ വിളിക്കുന്ന കാണുമ്പം എന്താടി എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുക. അമ്മായി, അതെ, അർജുൻ അങ്ങോട്ടെങ്ങാനും വന്നിരുന്നോ എന്ന് ചോദിക്കുക. ആര് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം പെട്ടെന്ന് ഇന്ദ്ര, അതല്ല, ഇന്നലെ എന്തെങ്കിലും സംഭവിച്ചോ എന്നാണ് ഞാൻ ചോദിച്ചത്. അഞ്ജലിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവൾ ആ മഴയും നനഞ്ഞ് പുറത്തിരുന്നു. അതിനുശേഷം എന്താ ഉണ്ടായത്? അവളെ അന്വേഷിച്ച് ആരെങ്കിലും വന്നിരുന്നോ? അവളെ ആ കള്ളക്കല്യാണം കഴിച്ചില്ലേ, അയാൾ വന്നിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഒയ്യോ, ഇന്നലെ നല്ല മഴയായിരുന്നില്ലേ, ഞാൻ സുഖമായിട്ട് മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങിപ്പോയി. എനിക്കറിയില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്ര ഫോൺ കട്ട് ചെയ്യണം കേട്ടോ. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി നോക്കുക. പുറത്തിറങ്ങി നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അഞ്ജലി അർജുൻ്റെ തോളിൽ ചാരിക്കിടന്ന് ഉറങ്ങുവാണ്. അത് കാണുന്ന ഇന്ദ്രയ്ക്കങ്ങ് വിറഞ്ഞു കയറുക. പെട്ടെന്ന് പുറത്തേക്ക് വരിക. ഓ, നിന്റെ കള്ളഭർത്താവും വന്നിട്ടുണ്ടായിരുന്നോ? രണ്ടുപേരും കൂടി ഇവിടെ ചേർന്നിരുന്ന് ഇങ്ങനെ ഉറങ്ങാനായിട്ടാണോ ഏട്ടൻ ഇന്നലെ കാര്യമായിട്ട് ഇറക്കി വിട്ടത്? അല്ലെങ്കിൽ നിനക്ക് ഒരു നാണോ ഇല്ലേടി എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അഞ്ജലിയോട്. അത് കാണുന്ന അർജുന് ദേഷ്യം വരും. ദേ അമ്മായി, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് പറയാം. അമ്മായിയോ? ആരുടെ അമ്മായി? കണ്ട വഴി പോകുന്നവർക്കൊക്കെ എന്നെ കയറി അമ്മായി എന്ന് വിളിക്കാൻ നാണമില്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ശബ്ദം കേട്ടുകൊണ്ട് ശ്യാമളയും അതുപോലെ അഞ്ജലിയുടെ അച്ഛനും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വരിക. എന്താ ഇവിടെ ബഹളം എന്ന് ചോദിക്കുക. ഇത് കണ്ടോ, ഇവളുടെ ഭർത്താവ് ഇവക്ക് കാവലിരിക്കാൻ വന്നിരിക്കുന്നു. രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരിക്കുമായിരുന്നു എന്നൊക്കെ ഇന്ദ്ര അവിടെ നിന്ന് വിളിച്ചു പറയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് അർജുൻ മുന്നിലേക്ക് കയറി നിൽക്കുക. അഞ്ജലി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തുല്യ പങ്കാളിയാണ് ഞാൻ. ഒരാൾക്ക് മാത്രം ശിക്ഷ വിധിക്കുന്നത് എവിടുത്തെ ന്യായവാ എന്ന് അർജുൻ ചോദിക്കുക. പിന്നെ അഞ്ജലിയെ പോലൊരു പെൺകുട്ടിയെ അവൾക്ക് ഇത്ര വലിയ കഠിനമായ ശിക്ഷ കൊടുത്തത് ഒട്ടും ശരിയായില്ല. അഞ്ജലി ഒരിക്കലും അച്ഛനെയും അമ്മയും വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും എടുക്കില്ല. എന്നിട്ടും അവൾക്ക് ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതവളുടെ നിവൃത്തികേടാണെന്ന് നിങ്ങൾ എന്തേ ചിന്തിച്ചില്ല എന്ന് പറയാം. എനിക്ക് അഞ്ജലിയെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ സാധാരണ ചെറുക്കന്മാർ പിന്നാലെ നടന്നാൽ സന്തോഷിക്കുന്ന ഒരു പെൺകുട്ടിയേ അല്ല അഞ്ജലി. അവൾക്ക് അവളുടെ അച്ഛനും അമ്മയും കുടുംബവും തന്നെയാണ് വലുത്. കുടുംബത്തിന് അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നൊരു പെൺകുട്ടിയാണ്. ഞാൻ അവളുടെ പിന്നാലെ ഒരുപാട് നടന്നു. പക്ഷെ അവൾ എന്നെ പ്രണയിച്ചില്ല. അതിനുശേഷം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അഞ്ജലിയുടെ മനസ്സിൽ എനിക്കൊരിടം തന്നത്. ഞങ്ങളുടെ കല്യാണം വരെ എത്തിയത് എങ്ങനെയാണെന്ന് ചോദിക്കാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും നിങ്ങൾ കാണിച്ചോ? പെരുമഴയത്ത് അവളെ പിടിച്ച് ഇങ്ങനെ നിർത്തിയപ്പം എൻ്റെ മകൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, അവൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ അതിന് പിന്നിൽ ഒരു കാരണം കാണും എന്ന് ചിന്തിച്ചില്ല എന്നൊക്കെ അർജുൻ ചോദിക്കുക. അപ്പോൾ അർജുൻ്റെ ഈ വാക്കുകൾ അച്ഛനും അമ്മയും ശ്രദ്ധയോട് കൂടി തന്നെ കേൾക്കുന്നുണ്ട്. അപ്പം ഇന്ദ്രയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അല്ല, ഇവളെ കള്ളക്കല്യാണം കഴിച്ചിട്ട് നീ ഇനി ഇവിടെ വന്ന് എന്ത് കുമ്പസരിച്ചിട്ടും ഒരു കാര്യമില്ല എന്ന് അർജുനോട് ദേഷ്യത്തോടു കൂടി പറയാം. അർജുൻ പറയും, എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുതേ. അപ്പോൾ എല്ലാവർക്കും